പറയൂ ദേവികെ. സിദ്ധു, എനിക്കൊരു സഹായം ചെയ്യണമായിരുന്നു. ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനില്ലേ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പോവാ. എന്നിട്ട് ശരത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയതെല്ലാം ഞാൻ പറയാൻ പോവാ. അത് നല്ലതാ. അതിന് കൂടിക്കാഴ്ചയ്ക്ക് ഒരു സമയം വാങ്ങി തരണമായിരുന്നു. പിന്നെന്താ, കൂടെ ഞാനും വരാം. വേണ്ട സിദ്ധു, ഇത് ഞാൻ തന്നെ പൊയ്ക്കോളാം. ഇനി ആരെ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുക ശരത്ത്. ശരത്തിന്റെ കണ്ണില് ഒരു കാരണവശാലും സിദ്ധു പെടാൻ പാടില്ല. അവനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ ദേവികെ? പേടിയല്ലല്ലോ, നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നു. ജാഗ്രത ഏതൊരു കാര്യത്തിലും നല്ലതല്ലേ? തന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യാം. എന്നോട് വഴക്കിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആള്. ആര്? ശരത്തോ? അതൊരു അത്ഭുതമാണല്ലോ. അതെ, ഇതുവരെ സംഭവിക്കാത്തതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇനി വേറെന്തെങ്കിലും വേണ്ടിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയൊരു ദുരന്തം താങ്ങാനുള്ള ശേഷി എന്റെ വീടിനില്ല സിദ്ധു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി തടഞ്ഞേ പറ്റൂ. അതിനും കൂടി വേണ്ടിയിട്ടാ ഞാൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ കാണാന്ന് പറഞ്ഞേ. താൻ ഉദ്ദേശിക്കുന്നത് നടക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണല്ലോ സാധാരണ അവർ ഇടപെടാറ്. അതിനു മുൻപൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും നിശ്ചയിച്ചതൊന്നും മാറ്റണ്ട. അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തു തരാം, പോയി കാണും. ശരി സിദ്ധു. സിദ്ധു, ദേവികെ. പിന്നെ സിദ്ധു സൂക്ഷിക്കണം. എന്നെക്കുറിച്ച് ഓർത്തുള്ള പേടിയൊന്നും വേണ്ട. അവന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കെന്തെങ്കിലും പറ്റിയ പ്രശ്നമില്ല. സിദ്ധുവിന് എന്തെങ്കിലും സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കളയണം. അവനാ ആള്. ഞാൻ ശ്രദ്ധിച്ചോളാം. പോരെ? മതി. വീട്ടിലേക്കുള്ള വഴി എന്റെ ഭാഗത്താ, അതറിയാലോ അല്ലേ? അതുകൊണ്ട് എന്റെ സമ്മതമോ അനുവാദമോ കൂടാതെ അതിലൂടെ ആരും കയറാൻ പാടില്ല. അതെ, ഭാഗമേ കഴിഞ്ഞിട്ടുള്ളൂ. രജിസ്ട്രേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു മതി അധികാരം സ്ഥാപിക്കലും ഭരണവും. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എനിക്ക് കിട്ടിയ ഭാഗത്തേക്ക് ആരും വരരുത്. അതെനിക്കിഷ്ടമല്ല. വന്നാ ഞാൻ പ്രതികരിക്കും. നിനക്ക് എങ്ങനെയാണ് ഇത്ര കണ്ണിച്ചാരില്ലാതെ പെരുമാറാൻ പറ്റുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ ആളല്ലേ ഞാൻ. ആ ദയെങ്കിലും കാണിച്ചുകൂടെ? എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്? വളർത്താൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കായിരുന്നല്ലോ. പറയുന്നത് കേട്ടാ തോന്നും ഞാൻ എന്തോ അന്യായം കാണിച്ചു. എന്റെ അവകാശം മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. കിട്ടിയത് ഞാൻ കല്ല് കെട്ടി തിരിച്ചെടുക്കും. അതിലെ ദണ്ണം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ചുകൂടിയൊക്കെ മനുഷ്യപ്പറ്റാവാം. ഇനി ഇന്നത് ഒട്ടും പ്രതീക്ഷിക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങള്. എന്റെ ജീവിതം തകർത്ത ആളാ നിങ്ങള്. വേറെ ഭാര്യയും കുട്ടിയുള്ള ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കാത്തതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇത്ര വറീഡാവുന്നേ? ഞാൻ ഇങ്ങനെയാ നിങ്ങൾക്കെന്താ? ബന്ധുവായിപ്പോയി. ആ സ്നേഹം ഇപ്പോഴും ഉള്ളിലുണ്ട്. അതുകൊണ്ടാ തൊലഞ്ഞു പോട്ടെ എന്ന് കരുതാൻ പറ്റാത്തത്. സ്നേഹത്തിന്റെ കണക്കൊന്നും നിങ്ങളെ വിളമ്പണ്ട. ഓരോരുത്തരും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിട്ടുകള മോനെ, ഇപ്പൊ ഇവളുടെ ആഗ്രഹം നടത്തിയല്ലോ. ഈ വീട് രണ്ടാക്കിയില്ലേ? ഇനി ഇവളോടൊന്നും മിണ്ടണ്ട. അല്ലെങ്കിലും നിങ്ങളോട് മിണ്ടാൻ എനിക്കും താല്പര്യമില്ല. ഇങ്ങോട്ട് വരാതിരുന്നാ മതി. വന്നാ ഞാൻ വിടില്ല.
അവൾ ഈ ഭാഗം കെട്ടിയടച്ചാല് ഞാൻ എങ്ങനെ വീടിനകത്തോട്ട് കയറും മോനെ? അതിനൊക്കെ വഴിയുണ്ടാവുമേ. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഹലോ, എന്തായി കാശിന്റെ കാര്യം? കിട്ടിയിട്ടില്ല ശരത്തെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് അത്യാവശ്യമുണ്ട്. നിന്റെ കയ്യിലുണ്ടല്ലോ സ്വർണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് പണയം വെക്കോ വിൽക്കോ ചെയ്യാലോ. ഓഹോ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. എനിക്ക് നേരത്തെ അറിയായിരുന്നു അവസാനം എന്നെ പറ്റിക്കുന്നു. ഞാൻ നിന്നെ പറ്റിച്ചിട്ടൊന്നും ഇല്ല. നമ്മളെടുത്ത സ്വർണത്തിന്റെ നേർപകുതി ഞാൻ നിനക്കല്ലേ തന്നത്. എന്നിട്ട് പോരാന്ന് പറഞ്ഞപ്പോഴല്ലേ കുറച്ച് കാശ് കൂടി തരാന്ന് ഞാൻ ഏറ്റത്. ഏറ്റെങ്കിൽ അത് ചെയ്തിരിക്കണം. അതല്ലേ മര്യാദ. മര്യാദയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അത് നിന്നെക്കാളും കൂടുതൽ എനിക്കുണ്ട്. നിനക്ക് കാശ് തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കും. തങ്കച്ചിയാ എനിക്കത് തരേണ്ടത്. അവരത് തരട്ടെ, അപ്പൊ തന്നെ ഞാൻ നിന്നെ വിളിക്കാം. തങ്കച്ചി തന്നില്ലെങ്കിലോ? അങ്ങനെ തങ്കച്ചി ചതിക്കോ? എങ്കി ഒരു വിവരം അറിയും. നിങ്ങൾ വിചാരിച്ച തങ്കച്ചി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? എത്രയും പെട്ടെന്ന് കാശ് മേടിച്ചെടുക്കുന്ന ബുദ്ധി. കാശ് കണ്ടാലേ സ്വഭാവം മാറുന്നതിനാ തങ്കച്ചി. അവസാനം ദുഃഖിക്കേണ്ടി വരരുത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഫോണിൽ വിളിച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. നേരിട്ട് ചെല്ലണം, കണ്ട് സംസാരിക്കണം. എടാ, എനിക്കിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. എനിക്ക് വേണ്ടി നീ ഒന്ന് സംസാരിക്കാവോ തങ്കച്ചിയോട്? തങ്കച്ചിക്ക് അത് ഇഷ്ടപ്പെടുവോ? കടം ചോദിക്കാനല്ലല്ലോ ചെല്ലുന്നത്. കൊടുത്ത സ്വർണത്തിന്റെ കാശാ ചോദിക്കുന്നത്. നീ ചെന്നാ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. കിട്ടിയാ നിന്റെ പങ്കെടുത്തിട്ട് എനിക്ക് തന്നാ മതി. അങ്ങനെ മതിയല്ലേ? ആ, എങ്കിൽ ശരി, ഞാൻ പോ. ആവശ്യക്കാരനായി പോയില്ലേ? പക്ഷെ ഒന്നോർത്തോ, എന്നെ പറ്റിക്കാമെന്ന് ഒരാളും വിചാരിക്കണ്ട. അതും ഇതുപോലൊരു കേസിൽ. തിരിച്ചെനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നറിയാലോ. അറിയാം. അതെ, എപ്പോഴും ഓർമ്മിപ്പിക്കണമെന്നില്ല.